1955 മെയ് മാസം പ്ലെയിൻഫീൽഡ്, വിസ്കോൺസിൻ, USA. മനോഹരമായ പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളുമുള്ള ഒരു സമ്പന്നമായ ഗ്രാമമായിരുന്നു ഈ പ്ലെയിൻഫീൽഡ്. ഇവിടെ ഏകദേശം 700 ആളുകൾ മാത്രമേ താമസമുള്ളൂ. ആളുകൾ കുറവാണെങ്കിലും ഗ്രാമവാസികൾക്കിടയിൽ ഒത്തിരിയേറെ സ്നേഹമുണ്ടായിരുന്നു. ഒരു കുടുംബം പോലെ സമാധാനപരമായി അവർ ജീവിച്ചു. അതിനാൽ മാതാപിതാക്കൾ 2 പേർ ജോലിക്ക് പോയാലും സാധാരണയായി കുട്ടികളെ അയൽക്കാരുടെ വീട്ടിലേക്ക് വിടും. അങ്ങനെ ഒരു ദിവസം വീടിനടുത്തുള്ള 50 വയസ്സുള്ള എഡ്വേർഡിന്റെ വീട്ടിലേക്ക് ഒരമ്മ വന്ന് തന്റെ 6 വയസ്സുള്ള മകനെ ഏൽപ്പിച്ചു. എന്നിട്ട് ആ അമ്മ ജോലിക്ക് പോയി. സാധാരണയായി എഡ്വേർഡ് കുട്ടികളെ നന്നായി തന്നെ നോക്കും. അങ്ങനെ ആ 6 വയസ്സുള്ള ആൺകുട്ടി അമ്മയ്ക്ക് ബായ് പറഞ്ഞ് വീടിനുള്ളിലേക്ക് പോയി ഓടിച്ചാടി കളിക്കാൻ തുടങ്ങി. അവന് പാലും ലഘുഭക്ഷണം എല്ലാം നൽകി. പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തു. ആ കൊച്ചുകുട്ടിയെ നന്നായി തന്നെ എഡ്വേർഡ് നോക്കി. അങ്ങനെ വൈകുന്നേരമായി. ആ കുഞ്ഞിന്റെ അമ്മ മകനെ കൊണ്ടുപോകാനായി എഡ്വേർഡിന്റെ വീട്ടിലേക്ക് വന്നു. എഡ്വേർഡിനോട് നന്ദി പറഞ്ഞ് മകനെ വിളിച്ച് വീട്ടിലേക്ക് പോയി. വളരെ ആവേശത്തോടു കൂടി വീട്ടിലേക്ക് അമ്മയുടെ കൈയും പിടിച്ച് നടന്നുപോയ ആ ചെറിയ കുട്ടി അന്ന് എഡ്വേർഡിന്റെ വീട്ടിൽ താൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയാൻ തുടങ്ങി. അമ്മേ, എഡ്വേർഡ് അങ്കിളുടെ വീട് നമ്മുടേതുപോലെയല്ല, അത് വളരെ വ്യത്യസ്തമാണ്. ഇത് കേട്ടപ്പോൾ അവന്റെ അമ്മ ചോദിച്ചു, അവിടെ അങ്ങനെ എന്താണ് വ്യത്യസ്തം? ഇങ്ങനെ 2 പേരും നടന്നുകൊണ്ടേ സംസാരിക്കാൻ തുടങ്ങി. അതിനവൻ പറഞ്ഞത്, ആ വീട് വളരെ ഇരുട്ടായിരുന്നു. എന്നാൽ ആ വീട്ടിൽ ഒരുപാട് ആന്റിമാരുടെയും അങ്കിൾമാരുടെയും ഫേസസ് ഉണ്ടായിരുന്നു എന്നവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവന്റെ അമ്മയ്ക്ക് വല്ലാത്ത ആശയക്കുഴപ്പം. ഫേസസ് ആണോ? അവിടെ ഒരുപാട് ആന്റിമാരെയും അങ്കിൾമാരെയും കണ്ടോ, അതോ അവരുടെ ചിത്രമാണോ നീ കണ്ടതെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, ഇല്ലല്ല, അവിടെ ഞാൻ അവരുടെ മുഖം മാത്രം കണ്ടു. അത് തറയിലായിരുന്നു. അതിനെ ചുറ്റി ചുവന്ന നിറത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. കേട്ടപ്പോൾ മകൻ എന്തെങ്കിലും തമാശയ്ക്ക് പറയുന്നതായിരിക്കും എന്ന് കരുതിയ അമ്മ അതങ്ങനെ വിട്ടു. പക്ഷെ അവൻ പറഞ്ഞ ആ കാര്യം കളിയായ കാര്യമായിരുന്നില്ല. വാസ്തവത്തിൽ ക്രൈം ചരിത്രത്തിൽ അത് ഏറ്റവും വിചിത്രമായ ഒരു ക്രൈമായി മാറാൻ പോകുന്നുവെന്ന് ആ കുട്ടിയുടെ അമ്മ മാത്രമല്ല, മുഴുവൻ USA പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. അതെ, 1957 നവംബർ മാസം 17, അതായത് ഈ സംഭവം നടന്ന 2 വർഷത്തിന് ശേഷം എഡ്വേർഡിന്റെ വീട് പരിശോധിക്കാൻ പോലീസ് അകത്തേക്ക് പോയി. ആ വീടിനുള്ളിലെ ഭയാനകമായ രംഗം കണ്ടപ്പോൾ അവിടെ വന്ന 2 പേർ ഛർദ്ദിക്കാൻ തുടങ്ങി. ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ അതിൽ ഒരു പോലീസ് കുറച്ച് ദിവസത്തിൽ തന്നെ ഈ ഒരു സംഭവത്തിന്റെ ട്രോമ താങ്ങാനാകാതെ മരിച്ചു പോകുന്നു. അങ്ങനെ അവർ വീടിനുള്ളിൽ കണ്ടത് വീടിന്റെ മധ്യഭാഗത്ത് വസ്ത്രമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു. കൂടാതെ വയറ് മുറിച്ച് കുടലുകൾ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. മാത്രവുമല്ല, ഹൃദയം, ശ്വാസകോശം എന്നിവ പോലുള്ള നിരവധി ശരീരഭാഗങ്ങൾ അവിടെ കാണാൻ സാധിച്ചു. മനുഷ്യ ചർമ്മം കൊണ്ട് നിർമ്മിച്ച സോഫ, മരിച്ചവരുടെ അസ്ഥി കൊണ്ട് നിർമ്മിച്ച വിളക്ക്, പാത്രം, ഇതുപോലെ മനുഷ്യ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച വളരെ വിചിത്രമായ അലങ്കാരങ്ങൾ കണ്ടെത്തി. അങ്ങനെ ധാരാളം ഹൊറർ സിനിമകൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമായ ഒരു സംഭവം, ദ ഹൗസ് ഓഫ് ഹൊറർ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു വീട്ടിൽ സംഭവിച്ച ക്രൂരമായ, വളരെ വ്യത്യസ്തമായ, നമ്മുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്ന ഒരു ക്രൂരമായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. സീരീസ് അമേരിക്കൻ സൈക്കോ കില്ലർ എഡ് ഗെയിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. നവംബർ മാസം 14, 58 വയസ്സുള്ള ബെർണീസ് പ്ലെയിൻഫീൽഡിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുകയായിരുന്നു. അതൊരു മാൻവേട്ട സീസൺ ആയതിനാൽ മിക്കവാറും ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നും കടയിൽ വരില്ലായിരുന്നു. അതുകൊണ്ട് കടയിൽ ജോലി ഇല്ലാത്തതിനാൽ ബെർണീസ് ഒരു കസേരയിൽ ഇരുന്ന് അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്നു. വൈകുന്നേരമായി. മാൻവേട്ട കഴിഞ്ഞ് അവിടെ എത്തിയ ബെർണീസിന്റെ മകനായ ഫ്രാങ്ക് തന്റെ അമ്മയുടെ ഹാർഡ്വെയർ കട നോക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ കടയിലെത്തി കട മുഴുവനും ചുറ്റുനോക്കി. ആ സമയം അവന്റെ മനസ്സിൽ എന്തോ ഒന്ന് ശരിയല്ല എന്ന് തോന്നി. വാസ്തവത്തിൽ ആ നിമിഷം ഫ്രാങ്കിന് വല്ലാത്ത പേടി തോന്നി. അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ഒരു ഭയം മനസ്സിൽ കടന്നു വന്നു. അതിന് കാരണം അവൻ ആ കടയിൽ കണ്ട 2 കാര്യമായിരുന്നു. ആ കട പുറത്തൂടെ പൂട്ടിയിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ ആ ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കിയപ്പോൾ എല്ലാ ലൈറ്റുകളും ഓൺ ആയിരുന്നു. അവന്റെ അമ്മ കടയ്ക്ക് പുറത്തു പോയാൽ എപ്പോഴും എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുമായിരുന്നു. അതാണ് പതിവ്. അതിനാൽ അവൻ ആ കടയുടെ പൂട്ട് തകർക്കാൻ തുടങ്ങി. അങ്ങനെ ലോക്ക് പൊട്ടിച്ച് അകത്തേക്ക് പോയ ഫ്രാങ്ക് അവൻ ചിന്തിച്ചതുപോലെ തന്നെ എന്തോ തെറ്റായി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെ, കടയ്ക്കുള്ളിലേക്ക് കയറിയപ്പോൾ ബിൽ കൗണ്ടറിൽ രക്തം ചിതറിക്കിടക്കുന്നത് കണ്ടവൻ ഭയപ്പെടാൻ തുടങ്ങി. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും?
അമ്മ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് തന്റെ കടയിൽ ഇടയ്ക്കിടയ്ക്ക് രാത്രി വന്നു പോകുന്ന ഒരു വ്യക്തിയെ അവൻ പെട്ടെന്ന് ഓർത്തത്. അയാൾ മറ്റാരുമല്ല, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ എഡ്വേർഡ് ആണ്. ഫ്രാങ്ക് ഉടൻ തന്നെ എഡ്വേർഡിന്റെ വീട്ടിലേക്ക് പോയി നോക്കാൻ തീരുമാനിച്ചു. കൂടാതെ പ്ലെയിൻഫീൽഡ് പോലീസിനോടും അവൻ ഈ വിവരം അറിയിച്ചു. തന്റെ കൂടെ 2 പോലീസുകാരെയും കൊണ്ടുപോയി. അങ്ങനെ എഡ്വേർഡിന്റെ വീട് കണ്ടെത്തി അവർ വീടിനുള്ളിലേക്ക് കയറി നോക്കി. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം വീടിനടിയിൽ ഒരു ഷെഡ് ഉള്ളത് ശ്രദ്ധിച്ചു. അതിനുള്ളിലേക്ക് പോയി നോക്കാം എന്ന് ചിന്തിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ആ സമയം അറിയില്ലായിരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തലകീഴാക്കി മാറ്റാൻ പോകുന്നത് എന്ന്. അതെ, ആ ഷെഡിനുള്ളിൽ പോലീസ് പോയി നോക്കിയത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന ആ ഒരു സ്ത്രീയായിരുന്നു. അവരായിരുന്നു രാവിലെ ഹാർഡ്വെയർ ഷോപ്പിൽ കാണാതായ ബെർണിസ്. ഈ ഒരു ഭയാനകമായ രംഗം അദ്ദേഹം എങ്ങനെ വിശദീകരിച്ചു എന്നറിയണ്ടേ? ഒരു സ്ത്രീ തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു. കാലിന്റെ തൊലി ഉരിഞ്ഞിരുന്നു. ഒരു ഇരുമ്പ് വടി അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. ബെർണിസിന്റെ തല ഛേദിക്കപ്പെട്ടിരുന്നു. അടുത്തുള്ള ചാക്കിൽ നിന്നും അത് കണ്ടെത്തി. അവളുടെ വയറിന്റെ മുൻഭാഗം മുറിഞ്ഞിരുന്നു. കുടലുകൾ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അവളുടെ 2 മാറിടത്തിലെയും നിപ്പിൾസ് മുറിച്ചു മാറ്റിയിരുന്നു. അതിൽ നിന്നും ഉയർന്ന രക്തസ്രാവം ഉണ്ടായിരുന്നു. ഷെഡിനുള്ളിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കണ്ട് അവിടെ തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. മാത്രമല്ല ഒരു പോലീസുകാരൻ അവിടെ തന്നെ അലറി നിലവിളിക്കാനും കരയാനും തുടങ്ങി. അതെന്താ അങ്ങനെ? ഛർദ്ദിക്കുക ഒരുപക്ഷെ സാധാരണ കാര്യമായിരിക്കാം. എന്നാൽ എന്തിനാണ് ഈ ഭയാനകമായ രംഗം കണ്ട് പോലീസുകാരൻ പോലും കരഞ്ഞത് എന്ന ഒരു സംശയം വരാം. കാരണം ആ പോലീസ് മറ്റാരും ആയിരുന്നില്ല, ബെർണീസിന്റെ മകൻ ഫ്രാങ്ക് ആയിരുന്നു. അതെ, ഫ്രാങ്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസ് മാത്രമല്ല, ഇയാളാണ് പ്ലെയിൻഫീൽഡിന്റെ ഡെപ്യൂട്ടി ഷെരീഫ്. സ്വന്തം അമ്മയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ആ മകൻ എത്രത്തോളം തകർന്നിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ആ ഒരു ആഘാതം കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ ഫ്രാങ്ക് വിഷാദരോഗിയായി മാറി. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പോലീസ് എഡ്വേർഡിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. ഒരു സ്ഥലം പോലും വിടാതെ അവന്റെ വീട് തിരയാൻ തുടങ്ങി. ആ വീട് അത്രത്തോളം ഭീകരമായിരുന്നു. അതെങ്ങനെയാണ് ഞാൻ വിശദീകരിക്കേണ്ടത്? ആ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസർ തന്നെ എമർജൻസി ലീവ് എടുത്ത് കുറച്ച് ദിവസം ജോലിക്ക് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ അവർ കണ്ടെത്തിയത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുൻപ് ഞാനൊരു മുന്നറിയിപ്പ് നൽകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കാത്തവർക്ക് ഈ വീഡിയോ ഇപ്പോൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരല്പം സ്കിപ്പ് ചെയ്യാം. ആ വീട്ടിൽ ഒരു പൂർണ്ണ അസ്ഥിക്കുടം ഉണ്ടായിരുന്നു. കൂടാതെ ചില എല്ലിൻ കഷ്ണങ്ങൾ, മനുഷ്യ ചർമ്മത്താൽ പൊതിഞ്ഞ കസേര, സോഫ, ഹ്യൂമൻ സ്കൾസ്, തലയോട്ടി കൊണ്ട് ചെയ്യപ്പെട്ട ബൗൾസും നൈറ്റ് ലാംപ്സ്, സ്ത്രീകളുടെ ചർമ്മം കൊണ്ട് നിർമ്മിച്ച മുഖമൂടികൾ, 9 സ്ത്രീകളുടെ സ്വകാര്യ ഭാഗം, 4 പുരുഷന്മാരുടെ സ്വകാര്യ ഭാഗം ഒരു ഷൂ ബോക്സിൽ നിന്നും കണ്ടെത്തി. 4 മനുഷ്യ മൂക്കുകൾ, 4 മനുഷ്യ ചുണ്ടുകൾ, ഫീമെയിൽ നിപ്പിൾസ് കൊണ്ട് നിർമ്മിച്ച ഡോർബെൽ, സ്ത്രീകളുടെ സ്കിൻ കൊണ്ട് നിർമ്മിച്ച ഒരു ഫുൾ ബോഡി സ്വീറ്റ്, ധാരാളം സ്ത്രീകളുടെ മുഖങ്ങളും കണ്ടെത്തി. വാസ്തവത്തിൽ ഈ മുഖങ്ങളെല്ലാം വച്ച് ഇവർ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നും പോലീസ് പറഞ്ഞു. അത്രത്തോളം അയാൾ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ മുഖങ്ങൾക്കെല്ലാം അവൻ മേക്കപ്പും ചെയ്തു കൊടുത്തിരുന്നു. കൂടാതെ ആ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും ഹൃദയം, തലച്ചോറ്, മനുഷ്യ മാംസം ഇതെല്ലാം കണ്ടെത്തി. മാത്രവുമല്ല, പാചകത്തിന് പോലും അവൻ മനുഷ്യന്റെ ബോൺസ് ആയിരുന്നു സ്പൂൺസ് ആയി ഉപയോഗിച്ചിരുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ക്രൈം സീനിലെ യഥാർത്ഥ ഫോട്ടോസ് ഇവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് ഇവിടെയല്ല. യൂട്യൂബ് ചാനൽ അത് കാണിച്ചാൽ തീർച്ചയായും നമുക്ക് തന്നെയാണ് പ്രശ്നം. പകരം അത് നമ്മളുടെ ഒഫീഷ്യൽ ടെലഗ്രാമിലും വാട്സപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് മാത്രം അത് പരിശോധിക്കാം. ഒരു മനുഷ്യനെ കൊണ്ട് ഇത്ര ക്രൂരമായി ഇത്രയേറെ കൊലപാതകങ്ങൾ ചെയ്തിട്ട് എങ്ങനെയാണ് അതേ വീട്ടിൽ തന്നെ സന്തോഷകരമായി ജീവിക്കാൻ കഴിയുക? ഇങ്ങനെയാണ് US ജനങ്ങൾ ചിന്തിച്ചത്. അമേരിക്കൻ ജനത ഇത് കണ്ട് ഭയന്നുപോയി. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, അവന്റെ വീടിന് ചുറ്റുമുള്ള എല്ലാ അയൽക്കാരും അവരുടെ കുട്ടികളെ എഡ്വേർഡിന്റെ പക്കലാണ് ഏൽപ്പിക്കുക, എന്നിട്ടാണ് ജോലിക്ക് പോവുക. അവൻ നല്ലൊരു ബേബി സിറ്റർ എന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളെയൊക്കെ അവൻ നന്നായി നോക്കും. അങ്ങനെ ആ വീട്ടിലേക്ക് വന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ ഭയാനകമായ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ധാരാളം കുടുംബം ഈ പ്ലെയിൻഫീൽഡ് വിട്ട് തന്നെ പോയി എന്നും പറയപ്പെടുന്നു. ഇപ്പൊ എഡ്വേർഡിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അന്വേഷണത്തിൽ അവൻ പറഞ്ഞത്, ബെർണീസിനെ മാത്രമേ ഞാൻ കൊന്നിട്ടുള്ളൂ, മറ്റാരെയും ഞാൻ കൊന്നിട്ടില്ല എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് നിന്റെ വീട്ടിലേക്ക് വന്നത്? നിന്റെ വീട് മുഴുവനും അലങ്കാരത്തിനായി നീ അതല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ആ മനുഷ്യരെല്ലാം ആരാണ് എന്ന് ചോദ്യങ്ങൾക്ക് പുറമെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതിനവൻ പറഞ്ഞ ഉത്തരം കേട്ട പോലീസുകാർ ഞെട്ടി മരവിച്ചുപോയി. അവൻ പറഞ്ഞത്, ബെർണീസിനെ മാത്രമാണ് ഞാൻ കൊന്നത്, ബാക്കിയുള്ളവരെയെല്ലാം
ഞാൻ ശ്മശാനത്തിൽ നിന്ന് മോഷ്ടിച്ചവയാണെന്ന്. ഒരുപക്ഷെ താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം മറച്ചു വയ്ക്കാൻ അവൻ കള്ളം പറയുന്നതാണ് എന്ന് ചിന്തിച്ച പോലീസ് മേലാൽ ഞങ്ങളോട് കള്ളം പറയരുതെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അതിനവൻ പറഞ്ഞത്, ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. പ്ലെയിൻഫീൽഡിലുള്ള 3 ലോക്കൽ സെമിത്തേരിയിൽ നിന്നാണ് 40 ഡെഡ് ബോഡീസ് ഞാൻ കുഴിച്ചെടുത്തത് എന്ന് പറഞ്ഞു. പോലീസ് ഇത് വിശ്വസിച്ചില്ലെങ്കിലും അത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. എഡ്വേർഡിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ചതഞ്ഞ മുഖങ്ങൾ, ആ വെട്ടപ്പെട്ട മുഖങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഐഡന്റിറ്റി കണ്ടെത്തി. അങ്ങനെ ശേഖരിച്ച ഐഡന്റിറ്റി ഉപയോഗിച്ച് അവിടെയുള്ള സെമിത്തേരിയിൽ ചെന്ന് നോക്കി. അവിടെ ചെന്ന എല്ലാ പോലീസുകാരും ഞെട്ടിപ്പോയി. പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റിലെ മിക്ക ആളുകളുടെയും ശരീരം ആ സെമിത്തേരിയിൽ ഇല്ലായിരുന്നു. ഇപ്പോ എഡ്വേർഡ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. ഇത്രയും ഭയങ്കരമായി ജീവിക്കുന്ന ഇവന് തീർച്ചയായും എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ടാകും. അതിനാൽ ഇവനെ ഒരു ജനറൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യാനായി അയച്ചു. ആ പരിശോധനയിൽ അവന് സ്ക്രീസോഫീനിയുള്ളത് കണ്ടെത്തി. ഇതൊരു ഗുരുതരമായ മാനസിക വൈകല്യമാണ്. ഇങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ സാധാരണ ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. അവർ ലോകത്തെ നോക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമായിരിക്കും. പലപ്പോഴും അവർക്ക് ഹാലൂസിനേഷൻ, ഡില്യൂഷൻസ്, ആരെങ്കിലും എപ്പോഴും തങ്ങളോടൊപ്പം ഉണ്ടെന്നൊക്കെ കരുതുകയും എപ്പോഴും സ്വയം സംസാരിക്കുകയും ഇരുട്ടിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യും. എഡ്വേർഡും അങ്ങനെയായിരുന്നു ജീവിച്ചത്. അങ്ങനെ മാനസിക രോഗിയാണെന്ന് തെളിഞ്ഞപ്പോൾ ഒരു ട്രയലിന് സ്റ്റാൻഡ് എടുക്കേണ്ട മാനസികാവസ്ഥയിലല്ല ഇവൻ എന്ന് പറഞ്ഞ് അവനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ഒരു വ്യക്തി മാനസിക രോഗിയാണ്, അവൻ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കേസ് ഹോൾഡ് ചെയ്തിട്ട് ചില പ്രത്യേക ദിവസത്തേക്ക് മെന്റൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് നടത്തും. എന്നിട്ടായിരിക്കും ആ ഒരു വ്യക്തിയെ ആ കേസിന്റെ ട്രയലിന് അനുവദിക്കുകയുള്ളൂ. ചില കേസുകളിൽ ഈ പ്രത്യേക ദിവസം എന്നത് വർഷങ്ങൾ വരെ ആകും. ഇനി അത്രയും ദിവസം അയാൾ ഒരു കുറ്റവാളിയെ പോലെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ല. കോടതിയിൽ നിന്നും ജഡ്ജ്മെന്റ് വരുന്നതുവരെയും അയാൾ ഒരു സസ്പെക്റ്റ് മാത്രമായിരിക്കും. അങ്ങനെ എഡ്വേർഡും ആശുപത്രിയിലേക്ക് പോകുന്നു. അതുപോലെ 1 മാസം 2 മാസം അല്ല അവൻ ആശുപത്രിയിൽ താമസിച്ചത്. 1957 മുതൽ 67 വരെ ഒരു 10 വർഷത്തോളം അവൻ മാനസിക ആശുപത്രിയിൽ ചിലവഴിച്ചു. ഇപ്പൊ നമുക്കെല്ലാവർക്കും വരുന്ന ഒരു സംശയം, എന്തുകൊണ്ട് അവൻ ബെർണിസിനെ കൊന്നു? എന്തിനാണ് അവൻ ഇത്രയധികം ഡെഡ് ബോഡീസ് മോഷ്ടിച്ചത് എന്ന്? എന്ത് ചിന്തിച്ചുകൊണ്ടാണ് അവൻ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത്? സാധാരണയായി ഒരു വ്യക്തി സീരിയൽ കില്ലറായി മാറുന്നതിന് അവന്റെ പാസ്റ്റിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ പാരന്റിങ് ഒരു കാരണമായിരിക്കാം. എഡ്വേർഡിനും അത് തന്നെയാണ്. 1906 ഓഗസ്റ്റ് മാസം 27-ാം തീയതി ജോർജിനും അഗസ്റ്റയ്ക്കും മകനായി എഡ്വേർഡ് ജനിച്ചു. അവൻ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ദിവസവും മദ്യപിച്ചു കൊണ്ടുവരികയും അഗസ്റ്റയെ അടിക്കുകയും ചെയ്യുമായിരുന്നു. എഡ്വേർഡിന് ഹെൻറി എന്ന ഒരു സഹോദരനുമുണ്ട്. എഡ്വേർഡ്, ഹെൻറി രണ്ടുപേരും അച്ഛൻ മദ്യപിക്കുന്നതൊക്കെ കണ്ടാണ് വളർന്നു വന്നത്. അങ്ങനെ അവർ അച്ഛനെ വെറുക്കാൻ തുടങ്ങി. ഭർത്താവ് മദ്യപാനിയാണെങ്കിലും അഗസ്റ്റ തന്റെ മക്കളെ മതപരമായി തന്നെ വളർത്തി. ബൈബിളിലൂടെ അവൾ ദിവസവും മക്കളെ ഒരു പാപവും ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ആ സമയം അവരൊരു സിറ്റിയിലായതുകൊണ്ട് തന്റെ മക്കൾ ഒരു പക്ഷേ മോശപ്പെട്ടവരായി പോകുമോ എന്നുള്ള ഭയത്തിൽ അഗസ്റ്റ പ്ലെയിൻഫീൽഡിലുള്ള 155 ഏക്കർ വിസ്തീർണമുള്ള ഒരു ഫാം ഹൗസിലേക്ക് താമസം മാറി. എഡ്വേർഡ് വളരെ ഷൈ ടൈപ്പ് ആയിരുന്നു. പക്ഷെ സഹോദരൻ ഹെൻറിയുമായി വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു അവൻ താമസിച്ചത്. അവന്റെ അമ്മയും സഹോദരനുമായിരുന്നു അവന്റെ ലോകം. സ്കൂൾ കഴിഞ്ഞ ഇരുവരും ഫാം ഹൗസിൽ ജോലി നോക്കും. വീട് വിട്ടാൽ സ്കൂൾ, സ്കൂൾ വിട്ടാൽ വീട്. ഇങ്ങനെ എഡ്വേർഡും ഹെൻറിയും വളരെ അച്ചടക്കത്തോടെ വളർന്നു വന്നു. വർഷങ്ങൾ കടന്നുപോയി. 1940, അതായത് എഡ്വേർഡിന് 34 വയസ്സുള്ളപ്പോൾ എഡ്വേർഡിന്റെ പിതാവ് ജോർജ് ഹൃദയാഘാതം മൂലം മരിച്ചു. എന്നാൽ അതിനുശേഷമാണ് ഹെൻറിക്ക് അപ്രതീക്ഷിതമായ ഒരു ദിവസം വന്നത്. 1944 മെയ് മാസം 16 അവന്റെ പിതാവ് മരിച്ച് ഒരു 4 വർഷം കഴിഞ്ഞ് ഹെൻറിയും എഡ്വേർഡും ഫാമിലെ മാലിന്യങ്ങളെല്ലാം കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഫാം വൃത്തിയാക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ തീ നിയന്ത്രണാതീതമായി പടരാൻ തുടങ്ങി. അതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന എഡ്വേർഡ് ഫയർ ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് വിവരം അറിയിച്ചു. അവിടെ വന്ന ഫയർ ഫൈറ്റേഴ്സും തീ അണയ്ക്കാൻ തുടങ്ങി. ഇതിനുശേഷം ഫാമിനുള്ളിൽ പോയ എഡ്വേർഡ് തന്റെ സഹോദരൻ ഹെൻറിയെ തിരയാൻ തുടങ്ങി. എന്നാൽ എവിടെയും അവനെ കണ്ടെത്താനായില്ല. ഇക്കാരണത്താൽ എഡ്വേർഡ് ഭയന്ന് പോലീസിനെ വിളിച്ച് സഹോദരനെ കാണാനില്ല എന്നൊരു പരാതി കൊടുത്തു. സംഭവ സ്ഥലത്ത് വന്ന പോലീസ് ചുറ്റും തിരഞ്ഞു നോക്കിയപ്പോൾ ആ ഫാമിൽ നിന്നും ഹെൻറിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് അറിയണ്ടേ? ഹെൻറിയുടെ ഡെഡ് ബോഡി ഉള്ള സ്ഥലത്തേക്ക് പോലീസുകാരെ കൃത്യമായി കൊണ്ടുപോയി തന്നെ എഡ്വേർഡ് ആണ്. മാത്രവുമല്ല, ഹെൻറിയുടെ തലയിൽ ശക്തമായ ഒരു പരിക്കുമുണ്ടായിരുന്നു. ഇത് പോലീസ് ശ്രദ്ധിച്ചു. കൂടാതെ ഹെൻറിയുടെ ശരീരത്തിൽ തീ പൊള്ളലേറ്റതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ പോലീസ് കരുതിയത് എഡ്വേർഡ് ആണ് ഇത് ചെയ്തതെന്ന്.
എന്നാൽ ഈ ഒരു ചെറിയ കേസിന് എന്തിനു വേണ്ടി നമ്മൾ ഇത്രയേറെ ജോലി ചെയ്യണം എന്ന് ചിന്തിച്ച പോലീസ് ഹെൻറി ശ്വാസം മുട്ടൽ മൂലം മരിച്ചതാണെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ആ ഒരു കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. തന്റെ സഹോദരനെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എഡ്വേർഡ് സ്വന്തം സഹോദരനെ എന്തിനു കൊല്ലണം, അവൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം വരാം. അതിന് അങ്ങേയറ്റം വിചിത്രമായ ഒരു കാരണവുമുണ്ട്. എഡ്വേർഡിന്റെ അമ്മ അഗസ്റ്റ വളരെ മതവിശ്വാസിയാണെന്ന് ഞാൻ ഇതിനൊക്കെ പറഞ്ഞു. കുട്ടിക്കാലം മുതൽ തന്നെ തന്റെ 2 മക്കളെയും അവൾ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ഈ ലോകം വളരെ അപകടകരമായ സ്ഥലമാണ്. അതും ഏറ്റവും പ്രധാനമായി ലോകത്തിലെ എല്ലാ സ്ത്രീകളും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പുരുഷന്മാരെ മയക്കാൻ വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചവരാണ് അവർ. ഇതുപോലെയാണ് അവൾ തന്റെ മക്കളെ പഠിപ്പിച്ച് വിശ്വസിപ്പിച്ചത്. നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ത്രീയെ ഉപയോഗിക്കാം, എന്നാൽ അതിനുശേഷം നിങ്ങൾ അവളെ ഓടിച്ചു കളയണം. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഇത് തന്നെ പറഞ്ഞു വളർത്തണമെന്ന് കുട്ടിക്കാലം മുതലേ തൻ്റെ മക്കൾക്ക് അവൾ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇത് കാണാൻ എഡ്വേർഡ്, ഹെൻറി ഈ 2 പേരും പെൺകുട്ടികളോട് സംസാരിക്കാറേയില്ല. വാസ്തവത്തിൽ അവർ പഠിക്കുന്ന സ്കൂളിൽ സഹപാഠികളും സുഹൃത്തുക്കളും അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ച് അവരെ പരിഹസിക്കാറുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ആ ഒരു സിറ്റിക്ക് ഉള്ളിലാണെങ്കിൽ 2 മക്കളും ചീത്തയായി പോകും എന്ന് കരുതിയ അഗസ്റ്റ അവിടെ നിന്നും ഈ പ്ലെയിൻഫീൽഡിലേക്ക് താമസം മാറി. ആ സ്ഥലത്ത് പുറത്തു നിന്നുള്ള ആരും തന്നെ വരാറില്ല. അഗസ്റ്റയും തൻ്റെ മക്കൾ പുറത്തു പോകില്ല എന്ന് കരുതി പുറം ലോകത്തിൽ നിന്നും അവരെ വിച്ഛേദിക്കാൻ തുടങ്ങി. ഇക്കാരണത്താൽ എഡ്വേർഡ് തൻ്റെ അമ്മയെ മാത്രം കണ്ടാണ് വളർന്നത്. അമ്മയ്ക്ക് വേണ്ടി ജോലി ചെയ്ത ശേഷം അവൻ ഫാമിൽ ജോലി നോക്കാൻ പോകും. ഇതാണ് അവന്റെ ജീവിതമായി മാറിയത്. എന്നാൽ ഹെൻറി എഡ്വേർഡിനെ പോലെ അല്ലാതെ ലോകത്തെ മനസ്സിലാക്കാൻ തുടങ്ങി. അമ്മയുടെ ഉദ്ദേശം അവൻ മനസ്സിലാക്കി. വിവാഹമോചിതയായ ഒരു സ്ത്രീയെ അവൻ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അപ്പോഴാണ് ഹെൻറി എഡ്വേർഡിനോട് പറഞ്ഞത്, നീ അമ്മയുടെ വാക്ക് കേട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കരുത്, നിനക്കൊരു ജീവിതമുണ്ട്, നീ ജീവിക്ക് എന്ന് ഉപദേശിക്കാൻ തുടങ്ങി. എന്നാൽ എഡ്വേർഡ് ഇതൊന്നും കേട്ടില്ല. തൻ്റെ അമ്മയെക്കുറിച്ച് മോശമായി പെരുമാറരുത് എന്ന് ഹെൻറിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എങ്കിലും ഹെൻറി ഉപദേശിക്കുന്നത് അവസാനിപ്പിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ആ ഫാമിലെ തീപിടുത്തത്തിൽ ഹെൻറി അകപ്പെടുകയും മരണപ്പെടുകയും ചെയ്തത്. പോലീസ് അത് എഡ്വേർഡ് ചെയ്തിരിക്കാൻ സാധ്യത എന്ന് വിശ്വസിച്ചു. ഹെൻറി മരിച്ചതിന് ശേഷം ആ ഫാം ഹൗസിൽ എഡ്വേർഡും അഗസ്റ്റയും മാത്രം ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. പിന്നീടൊരു കാലത്ത് എഡ്വേർഡിനെ നിരീക്ഷിച്ച ഒരു ക്രിമിനൽ സൈക്യാട്രിസ്റ്റ് പറഞ്ഞത്, ഹെൻറിയെ പോലെ തന്നെ എഡ്വേർഡും തന്നെ ഉപേക്ഷിച്ച് പോകാതിരിക്കാനായി അഗസ്റ്റ തന്നെ സ്വന്തം മകന് ഒരു സെക്ഷുവൽ പ്ലഷർ നൽകിയെന്നും പറഞ്ഞു. ഒരു അമ്മ എങ്ങനെയെല്ലാം ആകരുത് എന്നതിന് അഗസ്റ്റയാണ് ഒരു നല്ല ഉദാഹരണം. എഡ്വേർഡിന് ഇപ്പോൾ എല്ലാം അമ്മയായി മാറി. ഈ സാഹചര്യത്തിൽ 1949 ഡിസംബർ 29 അഗസ്റ്റ സ്ട്രോക്ക് വന്ന് മരിച്ചു. ഇതുമൂലം ഹൃദയം തകർന്നു പോയ എഡ്വേർഡ് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അഗസ്റ്റയുടെ മരണം അംഗീകരിക്കാൻ കഴിയാതെ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത എഡ്വേർഡ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് അവൻ വിചിത്രമായി ചിന്തിക്കാൻ തുടങ്ങിയത്. ലോകത്തെ അറിയാത്ത നിഷ്കളങ്കനായ എഡ്വേർഡ് പിന്നീട് ഒരു സീരിയൽ കില്ലറായ എഡ്ജേനായി മാറാൻ തുടങ്ങി. അഗസ്റ്റയുടെ ശവക്കുഴിയിൽ പോയി പലപ്പോഴും അവളെ കുഴിച്ചു നോക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിലും തൻ്റെ അമ്മ തൻ്റെ അടുത്തേക്ക് വരും എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം അവൻ്റെ മനസ്സിൽ വിചിത്രമായ ഒരാഗ്രഹം വന്നു. ഇനി ഒരിക്കലും അമ്മ വരാൻ പോകുന്നില്ല. പകരം അവൻ തന്നെ തൻ്റെ അമ്മയാക്കി മാറ്റാൻ ചിന്തിച്ചു. അതായത് അവൻ അവൻ്റെ അമ്മയാകാനും അവനോടൊപ്പം ആയിരിക്കാനും ചിന്തിച്ചു. ഇത് വളരെ വിചിത്രമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഈ ഒരു കേസിനെ കുറിച്ച് അറിയുമ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. അവൻ അങ്ങനെ ചിന്തിച്ചതിന്റെ ഫലമായാണ് അഗസ്റ്റ പോലുള്ള സ്ത്രീകളുടെ ഡെഡ് ബോഡി അവരുടെ സ്കിൻ ഉപയോഗിച്ച് മാറിടമുള്ള ഒരു വുമൺ ബോഡി സ്വീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പൂർണ്ണ ബോഡി സ്വീറ്റ് ചെയ്ത് തൻ്റെ അമ്മയായി തന്നെ അവൻ മാറാൻ തീരുമാനിച്ചു. 1949 മുതൽ തന്നെ അവൻ ഇങ്ങനെയെല്ലാം ചെയ്യാൻ തുടങ്ങി. ഈ മനുഷ്യ അവയവങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയെല്ലാം ചെയ്ത ശേഷം അവൻ ബാക്കിയുള്ളതെല്ലാം വീടിൻ്റെ അലങ്കാരത്തിനായി ഉപയോഗിച്ചു. ഇത് ചെയ്യാൻ വേണ്ടിയാണ് 40 ഡെഡ് ബോഡീസ് അവൻ മോഷ്ടിച്ചത്. ബെർണീസും അവൻ്റെ അമ്മയെപ്പോലെ ആയിരുന്നതിനാൽ അവൻ അവളെ കൊല്ലാൻ പദ്ധതിയിട്ടു. അവരുടെ കടയിലേക്ക് ചെന്ന് 22 കാലിബർ തോക്ക് ഉപയോഗിച്ച് തലയിൽ തന്നെ വെടിവെച്ചു കൊന്നു. ഫാം ഹൗസിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അവൻ തയ്യാറാക്കിയ ബോഡി സ്വീറ്റിൽ ഇവരുടെ മുഖം ഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ബെർണീസിനെ തല കീഴാക്കി തൂക്കിയിട്ടു. അവളുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഓരോന്നായി എടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസ് വീടിനുള്ളിൽ വന്നത്. ആമുഖത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിക്കാനും തുടങ്ങി. ശരി, അങ്ങനെ പറഞ്ഞതുപോലെ നോക്കിയാൽ ബെർണീസിനെ മാത്രമല്ലേ കൊന്നിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഡെഡ് ബോഡീസ് അല്ലേ? പിന്നെങ്ങനെയാണ് അവനൊരു സീരിയൽ കില്ലറായി മാറുക എന്ന് ചോദിക്കാം.
എഡ് ജെയിൻ സമ്മതിച്ചത് ഒരു പക്ഷേ ഒരു കൊലപാതകമായിരിക്കാം. എന്നാൽ അതേ പ്ലെയിൻഫീൽഡിൽ 1950 മുതൽ 57 വരെയും ധാരാളം ആളുകൾ കാണാതായിട്ടുണ്ട്. അവർക്കെല്ലാം എന്ത് സംഭവിച്ചു, അവരെവിടെ പോയി, ഒന്നും അറിയില്ല. ഇങ്ങനെ 10 വർഷം മാനസിക ആശുപത്രിയിലായിരുന്ന ശേഷം വിചാരണയ്ക്ക് വേണ്ടി അവനെ കോടതിയിൽ കൊണ്ടുവന്നു. ആദ്യം അവൻ ബെർണിസിനെ തലയിൽ വെടിവെച്ച് കൊന്നതായി സമ്മതിച്ചിരുന്നു. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഞാൻ തോക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാതെ അവർക്ക് കൊണ്ടതാണ് എന്ന് കഥ മാറ്റി പറഞ്ഞു. കോടതി പറഞ്ഞത് ഒരു മാനസിക രോഗിയായതിനാൽ ഇവൻ ചെയ്ത കുറ്റങ്ങൾ കണക്കിലെടുക്കാനാകില്ല. ജീവിതകാലം മുഴുവനും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ താമസിക്കാനും ആവശ്യപ്പെട്ടു. 1987 ജൂലൈ മാസം 26-ന് എഡ് ജെയിന് 72 വയസ്സുള്ളപ്പോൾ ശ്വാസകോശാർബുദം കാരണം അവൻ മരിച്ചു. മരിക്കുന്നതിന് മുൻപ് പോലും എന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ അടക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. എഡ്വേർഡിന്റെ ആഗ്രഹം പോലെ ഹെൻറിക്കും അഗസ്റ്റയ്ക്കും ഇടയിൽ എഡ്വേർഡിന്റെ ശരീരം അടക്കം ചെയ്തു. എഡ്വേർഡ് ഒരു ഭയങ്കരനായ വ്യക്തിയാണെങ്കിലും അവന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം അവൻ ആരെയും തൻ്റെ വീടിനുള്ളിൽ വരാൻ അനുവദിക്കില്ല. പക്ഷേ കുട്ടികൾ വന്നാൽ അവൻ അവരെ വളരെ വൃത്തിയുള്ള അവന്റെ അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവർക്ക് കഥാപുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും. ലോകത്തിലെ എല്ലാ പുരുഷന്മാർക്കും മെഡോണ ഹോർ കോംപ്ലക്സ് എന്ന ഒരു സൈക്കോളജി ഉണ്ട്. മെഡോണ ഹോർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ കൊണ്ട് തൻ്റെ അമ്മയെ സെക്ഷുവൽ പാർട്ട്ണറായി ചിന്തിക്കാൻ പോലും കഴിയില്ല. ശരിയായി വളർത്തപ്പെടാത്ത കുറച്ച് പുരുഷന്മാർക്ക് മാത്രമേ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. എഡ്വേർഡും അങ്ങനെ ഒരാളാണ്. എന്നാൽ ഇത്ര ക്രൂരമായ ഒരു ജീവിതം അവൻ നയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ അമ്മയിൽ എത്രത്തോളം ഒബ്സസ്ഡ് ആയിരുന്നുവെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. കുട്ടിക്കാലം മുതൽ ആ അമ്മ അവനെ പൂർണ്ണമായും നിയന്ത്രിച്ചു. അവൻ്റെ സ്വന്തം ജീവിതം നയിക്കാൻ അനുവദിച്ചതേയില്ല. പല വിഡ്ഢിത്തരമായ അന്ധവിശ്വാസങ്ങളും പറഞ്ഞു കൊടുത്ത് തെറ്റായ ഒരു അമ്മയായി അഗസ്റ്റ മാറി. അതിനാൽ ഈ തെറ്റായ അമ്മയായിരുന്നു എഡ് ജെയിൻ പോലുള്ള ഒരു സീരിയൽ കില്ലർ വളർന്നു വരാൻ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ എഡ് ജെയിൻ കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? മറക്കാതെ കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.